നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററുമായ രേണു സുധി ഒരു രോഗാവസ്ഥയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ്. തനിക്ക് ക്യാൻസർ ആണെന്ന വെളിപ്പെടുത്തലാണ് രേണു സുധി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ രേണുവിന് ക്യാൻസർ ആണ് എന്ന തരത്തിൽ വാർത്തകൾ പരന്നിരുന്നു. പക്ഷെ അത് ശരിയാണോ അല്ലയോ എന്ന ചോദ്യം ഉയർന്നു. കഴിഞ്ഞ ദിവസം രേണു സുധി തന്നെ ആ വാർത്ത ശരിയാണ്, തനിക്ക് ക്യാൻസർ ആണ് എന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്നും രോഗം ഇപ്പോൾ 3ാം ഘട്ടത്തിലാണെന്നുമാണ് രേണു സുധി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസ് രേണുവിന്റെ രോഗവിവരം പങ്കുവച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി രേണു നേരിട്ടെത്തിയിരിക്കുന്നത്. എനിക്ക് ക്യാൻസർ ആണ്, ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്നും ഞാനിത് മറച്ചു വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഇത് പറയാൻ സമയമായി എന്ന് തോന്നുന്നു. പല തെറ്റിദ്ധാരണകളും ആളുകൾക്കുണ്ട്. ഇത് ദുബായിൽ വെച്ചാണ് സ്ഥിരീകരിച്ചതെന്ന് പലരും കരുതുന്നത് അത് അത്തരത്തിലാണ്. പക്ഷെ അങ്ങനെയല്ല. ആദ്യമായി ബ്രസ്റ്റിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടത് 15 വയസ്സുള്ളപ്പോഴാണ്. ആ മുഴയാണ് ഇപ്പോൾ ക്യാൻസർ ആയിരിക്കുന്നതെന്നും രേണു സുധി വെളിപ്പെടുത്തി. തന്റെ 15ാമത്തെ വയസ്സിലാണ് മാറിടത്തിൽ ആദ്യമായി ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് പ്രായക്കുറവ് കാരണം അത് കാര്യമാക്കിയില്ല, വീട്ടുകാരോടും പറഞ്ഞില്ല. പിന്നീട് ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ച് ബയോപ്സി ചെയ്തു. അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നുവെങ്കിലും ഭാവിയിൽ ഇത് ക്യാൻസർ ആയിരിക്കാമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ തൊട്ട് മുമ്പ് കഴിഞ്ഞ അപ്പൻഡിറ്റിസ് ഓപ്പറേഷന്റെ വേദനയും പേടിയും കാരണം തുടർ ചികിത്സ നടത്താൻ താൻ മടിക്കുകയായിരുന്നുവെന്നും രേണു പറഞ്ഞു. സുധിച്ചേട്ടന്റെ, അതായത് രേണുവിന്റെ ഭർത്താവിന്റെ മരണശേഷം ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സ്കാനിംഗ് റിസൾട്ട് കണ്ട് സംശയം തോന്നിയപ്പോൾ മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാമിൽ സംശയം തോന്നിയപ്പോഴാണ് ബയോപ്സി ചെയ്യാൻ നിർദ്ദേശിച്ചത്. അതിന്റെ റിസൾട്ടും ഒറ്റയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ തന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന്. താൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് 2-3 ദിവസം ഭദ്രമായി വെച്ചിട്ട് ഒരു മനുഷ്യനോടും പറഞ്ഞില്ല. മാനേജർ കരിഷ്മയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആദ്യം ചോദിച്ചത്. പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി. കരിഷ്മയാണ് ചേച്ചിയോട് പറഞ്ഞത്. ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നെ മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചു. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. 3ാമത്തെ സ്റ്റേജ് കഴിയുന്ന ഘട്ടമായെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കീമോതെറാപ്പി തുടങ്ങണമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ഉടനെ അത് തുടങ്ങും. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക്, മാനേജർക്കും, വീട്ടുകാർക്കും, കസിൻസിനും മാത്രം അറിയുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരോടുമായി പങ്കുവയ്ക്കുന്നത്. മുന്നോട്ട് നമുക്ക് ജീവിക്കണം എന്നൊരു ഒറ്റ ചിന്തയാണ് എന്നെ ഇപ്പോൾ നയിക്കുന്നത്. പെൺകുട്ടികൾ ശരീരത്തിൽ വേദനയില്ലാത്ത മുഴയൊക്കെ വന്നാൽ ശ്രദ്ധിക്കുക, ഡോക്ടറെ കാണുക, വേദനയില്ലെന്നോർത്ത് വച്ചുകൊണ്ടിരിക്കരുതെന്ന മുന്നറിയിപ്പ് കൂടി രേണു നൽകിയിരിക്കുകയാണ്. അതേസമയം കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസും ഈ കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. അസുഖം മുൻകൂട്ടി അറിഞ്ഞിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേദനയും ഭയവും മനസ്സിൽ ഒതുക്കി രേണു സുധി മുന്നോട്ട് പോവുകയാണെന്നും ഫിറോസ് സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. നടനും ഹാസ്യതാരവുമായ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു. സുധിയുടെ മരണത്തിന് പിന്നാലെ കുടുംബത്തിന്റെ വീട് വെച്ച് നൽകിയത് ഫിറോസിന്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. രേണു എന്നൊരു വലിയ പോരാട്ടത്തിന്റെ നടുവിലാണെന്നും അത്ര ചെറുതല്ലാത്ത രോഗത്തോട് അവർ ധൈര്യത്തോടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അസുഖം മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിന്റെ വേദനയും ഭയവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മനസ്സിലൊതുക്കി ചികിത്സയുമായി മുന്നോട്ട് പോയ ഒരാളാണ് അവർ. ഇന്ന് കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതൽ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ തുടങ്ങാനിരിക്കുകയാണെന്നും ഫിറോസ് കുറിച്ചു. ഈ സാഹചര്യത്തിൽ എനിക്ക് എല്ലാവരോടും ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ദയവായി നെഗറ്റീവ് കമന്റുകളും പരിഹാസങ്ങളും ഒഴിവാക്കുക. ജീവിതം നമുക്ക് എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് ആരും അറിയില്ല. അതുകൊണ്ട് അവർക്ക് സന്തോഷം നൽകുന്ന റീലുകളും വീഡിയോകളും അവർ ചെയ്യട്ടെ. അവരുടെ ആ കുഞ്ഞു സന്തോഷങ്ങൾ അവർ ആഘോഷിക്കട്ടെ. അവരുടെ ചില പ്രതികരണങ്ങൾ മൂലം ജീവിതത്തിൽ ഞാനടക്കം പലരും ഇതിനോടകം തന്നെ ഒരുപാട് വേദനകളും നഷ്ടങ്ങളും നേരിട്ടിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യാനോ അവരുടെ അസുഖ വിവരം അറിഞ്ഞ് സന്തോഷിക്കാനോ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെയും ഈ ഭൂമിയോട് വിട പറയേണ്ടവരാണെന്നും ഫിറോസ് കുറിച്ചു. അവർക്ക് സഹതാപം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ്. ഇഷ്ടമില്ലെങ്കിൽ അവരുടെ വീഡിയോകൾ അവഗണിക്കാം, പക്ഷെ ദയവായി വേദനിപ്പിക്കരുത്. കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തൂ. ചിലപ്പോൾ ഒരു നല്ല വാക്കും ഒരു പ്രാർത്ഥനയും മരുന്നുകളേക്കാൾ വലിയ ആശ്വാസമാകാറുണ്ട്. രേണുവിന് ശക്തിയും ധൈര്യവും കിട്ടട്ടെ. ഈ പോരാട്ടത്തിൽ അവർ വിജയിക്കട്ടെ എന്നാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. രേണുവിന്റെ അസുഖം എന്താണെന്ന് അന്വേഷിച്ച് ഒട്ടേറെ കമന്റുകൾ ഇത്തരത്തിൽ വരികയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ
നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ രേണുസുതി നേരിട്ട സൈബർ ആക്രമണം, വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം രേണുസുതി പല ഘട്ടങ്ങളായി നേരിട്ടിട്ടുണ്ട്, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുണ്ട്, ഒരുപാട് പേർ കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രോഗാവസ്ഥ പുറത്തു വന്നതിന് ശേഷം പലരും ആ ഒരു കമന്റുകളിൽ വന്ന് മാപ്പ് ചോദിക്കുന്ന കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കളിയാക്കിയതിനും നെഗറ്റീവ് കമന്റ് ഇട്ടതിനും ഒക്കെ ക്ഷമിക്കണം, നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ, പോരാടൂ എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള പലരുടെ കമന്റുകൾ നമുക്ക് രേണുവിന്റെ അക്കൗണ്ട് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവരെ പരിഹസിക്കുകയും അവർക്കൊരു മോശാവസ്ഥ വരുമ്പോഴേക്കും സഹതാപ കണ്ണീർ, മുതലക്കണ്ണീർ എന്ന് വിശേഷിപ്പിക്കാം, അത്തരത്തിൽ മുതലക്കണ്ണീർ ഒഴുകുകയും ചെയ്യുന്നത് സമൂഹത്തിന്റെ ഒരു സ്ഥിതിയായി പോയി. സമൂഹം അങ്ങനെയാണ്. പലപ്പോഴും പലരും പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരുടെയും മരണം വരുമ്പോഴാണ്, അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോഴാണ് അവരെ പറ്റി പുകഴ്ത്തുന്നത്, അല്ലെങ്കിൽ ഒരു നീതി കിട്ടാൻ, ഒരു നല്ല വാക്ക് കിട്ടാൻ മരിക്കണം എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി. സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും പലരും നമ്മളെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്താറുണ്ട്, സമൂഹം വിരൽ ചൂണ്ടാറുണ്ട്. പക്ഷേ നമുക്കൊരു മോശം ഘട്ടം വരുമ്പോഴേക്കും അയ്യോ പാവം, അല്ലെങ്കിൽ സാക്ഷാൽ മുതലക്കണ്ണീരൊഴുക്കി കൂടെ വരാറുണ്ട്. എന്തായാലും സമൂഹം അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും രേണുവിന് അതിജീവിക്കാനാകും. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു തേർഡ് സ്റ്റേജൊക്കെ അതിജീവിച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കമന്റിലൂടെ രേണുവിന് വേണ്ടിയുള്ള ഒരു ധൈര്യം പകരുന്നുണ്ട്. 2 ബ്രസ്റ്റിലും ക്യാൻസർ വന്നിട്ടുള്ളവർ വരെ ജീവിച്ചിരിപ്പുണ്ട്, ടേക്ക് കെയർ എന്ന് പറഞ്ഞ് കമന്റിലൂടെ ആശ്വസിപ്പിക്കുന്നവരുണ്ട്. ഒന്നുമില്ല, വേഗം ഓക്കെ ആകും, ട്രീറ്റ്മെൻറ്റൊക്കെ മുടക്കാതെ ചെയ്യുക, ഉറപ്പായിട്ട് ഈ സാഹചര്യവും ഈ ഒരു സമയവും കടന്നു പോകും എന്ന് പറയുന്നവരുണ്ട്. അസുഖമൊക്കെ മാറി സുഖമായി ഇരിക്കട്ടെ, മനസ്സിന് ധൈര്യം കൊടുത്ത് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകൂ, എല്ലാം മാറി സുഖമായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നതടക്കമുള്ള ആശംസകൾ കൊണ്ട് നിറയുകയാണ്. എന്തായാലും വളരെ വേദനാജനകമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ രേണുസുതി കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി രേണുസുതി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ്. ഇപ്പോൾ അതായത് ആദ്യം തന്നെ ശ്രദ്ധേയമായത് ഭർത്താവ് മരിച്ചു. എന്നാൽ പല സ്ത്രീകളും ആ ഒരു വേദനയിൽ ജീവിതം തള്ളി നീക്കാറുണ്ട്. പക്ഷേ രേണു ആ ഒരു സാഹചര്യം അതിനെയൊക്കെ അതിജീവിച്ച് ആ ഒരു ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഒരു കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ അവർക്കിനി താനേ ഉള്ളൂ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് പ്രൊഫഷനാക്കി, അല്ലെങ്കിൽ അത് ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ പലരും വലിച്ചിറക്കാൻ നോക്കി, കല്ലെറിഞ്ഞു, പരിഹാസ കമൻറ്റുകൾ നിറച്ചു. പക്ഷേ അതിലൊന്നും തളരാതെ ശക്തമായി പോരാടുന്ന, ശക്തമായി മറുപടി നൽകുന്ന ഒരു രേണുവിനെയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഇപ്പോൾ ഇതാ രേണു മറ്റൊരു പ്രതിസന്ധി കൂടി ജീവിതത്തിൽ നേരിടുകയാണെന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ്. പക്ഷെ എന്നാൽ ഈ സമയം കടന്നു പോകും, അത് അതിജീവിക്കാൻ രേണുവിന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരുടെയും പ്രാർത്ഥന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.